ഹായ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നൊരു മീൻ കറി വയ്ക്കുന്ന വീഡിയോ ആയാലോ. അപ്പോൾ ഞാനിവിടെ മീനൊക്കെ നന്നാക്കി എടുത്തിട്ടുണ്ട്. കുറച്ച് മീൻ ഞാൻ ഫ്രൈ ചെയ്യാനായിട്ട് അതിലേക്ക് മസാലയൊക്കെ ഒന്ന് ചേർത്ത് വെക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് മീൻ കറി വയ്ക്കാനുള്ള അരപ്പ് തയ്യാറാക്കാം. തേങ്ങ അരച്ച മീൻ കറിയാണ് ഞാൻ വെക്കുന്നത്. അപ്പോൾ തേങ്ങയിലേക്ക് കുറച്ച് ചെറിയുള്ളിയും കുറച്ച് മുളക് പൊടിയും മല്ലിപ്പൊടിയും ഞാൻ ഇതിനകത്ത് മഞ്ഞൾപ്പൊടി ഇടുന്നതിൻ്റെ വീഡിയോ എടുക്കാൻ വിട്ടുപോയതാണ് കേട്ടോ. പിന്നെ കുറച്ച് ഉലുവാപ്പൊടിയും പുളിയും ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നന്നായിട്ട് അരച്ചെടുക്കുന്നുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 2 പച്ചമുളക് കീറിയിടുന്നുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പിലയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് അരപ്പ് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. അരപ്പ് നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് കഴുകി വൃത്തിയാക്കി മാറ്റി വെച്ചിരിക്കുന്ന ഓരോ മീനുകളായിട്ട് ഞാൻ ഈ കറിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി കുറച്ച് നേരം ഒന്ന് മൂടി വെച്ച് നന്നായിട്ട് കറി വേവിച്ചെടുക്കണം. അങ്ങനെ നമ്മുടെ മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. തുറക്കുമ്പോഴേ നല്ല മണമാണ് കേട്ടോ. ആ ഒരു എണ്ണയൊക്കെ തെളിഞ്ഞിങ്ങനെ വരുന്നുണ്ട്. ഇനി നമുക്ക് മസാല ചേർത്ത് വെച്ചിരിക്കുന്ന മീൻ ഓരോന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മീൻ വറുത്തതും ഇവിടെ സെറ്റായിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു പാത്രത്തിലേക്ക് കുറച്ച് ചീനി വേവിച്ചത് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇത് അമ്മ ഉണ്ടാക്കിയ ചീനിയാണ് കേട്ടോ. ഇതിലേക്ക് നമ്മുടെ മീൻ കറി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാനൊരു മീൻ വറുത്തത് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ കഴിഞ്ഞ ദിവസം ഞാൻ ഉണ്ടാക്കിയ അച്ചാറുണ്ടല്ലോ, പുളിഞ്ചിക്ക അച്ചാർ, അത് കുറച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് മോര് കറിയും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.